ഓ ഓ സുഹൃത്തുക്കളെ, നിങ്ങൾ ഈ കണ്ടുകൊണ്ടിരിക്കുന്ന വീഡിയോ മധ്യപ്രദേശിൽ നിന്നാണ്. മധ്യപ്രദേശിലെ ഒരു യുവതിയും യുവാവുമാണ് ആ ഒരു തൂണിൽ അങ്ങനെ കെട്ടിയിട്ടിരിക്കുന്നത്. രണ്ടുപേരും പുതിയ കപ്പിൾസ് ആണ്, രണ്ടുപേരും വിവാഹം കഴിച്ചിരിക്കുന്നു. ആ രണ്ടുപേരെയുമാണ് വിവാഹം കഴിച്ചതിൻ്റെ മറ്റെന്തൊക്കെയോ പ്രശ്നങ്ങൾ കൊണ്ട് രണ്ടുപേരും ദളിതരാണ്. മധ്യപ്രദേശിൽ ആ തൂണിൽ അങ്ങനെ കെട്ടിയിട്ടിട്ട് അവരടിക്കുന്നുണ്ട്. ചുറ്റുമുള്ള ആളുകളൊക്കെ വടിയൊക്കെ പിടിച്ചിട്ട് അവരെ മുഖത്ത് നോക്കി ചിരിക്കുന്നുണ്ട്. ഒരു സ്ത്രീയും പുരുഷനാണത്. അവരടിക്കുന്നു, അവരെ അതിഭീകരമായിട്ട് മർദ്ദിക്കുന്നു, അവരെ കഴുത്തിൽ ചെരുപ്പ് കൊണ്ടുള്ളൊക്കെ മാലൊക്കെ ഇടുന്നു. നമ്മൾ 2 ദിവസം മുമ്പ് ഒരു ഗംഭീര വാർത്ത നിങ്ങൾ ശ്രദ്ധിച്ചിരുന്നു. അത് മൊണാലിസ എന്ന് പറയുന്ന ഒരു ഹിന്ദു യുവതിയുടെ ഒരു വിവാഹമായിരുന്നു. മൊണാലിസ പ്രണയിച്ചത് ഒരു മുസ്ലിമിനാണ്. ഫർമാൻ ഖാൻ എന്നാണ് മുസ്ലിമിന്റെ പേര്. രണ്ടുപേരും ഉത്തർപ്രദേശിൽ നിന്ന്, ഈ പറയുന്ന സ്ഥലത്ത് നിന്ന്, ഇപ്പോൾ ഈ ദളിതർ ആക്രമിക്കപ്പെട്ട ഈ സ്ഥലത്ത് നിന്ന് കേരളത്തിലേക്കാണ് രക്ഷ തേടി വന്നത്. കേരളത്തിലേക്ക് രക്ഷ തേടി വന്നിട്ട് ചോദിച്ചു, ഞങ്ങൾക്ക് ഇവിടെ വിവാഹം കഴിച്ചു തരാമോ? കാരണം ആ നാട്ടിൽ അത് നടക്കില്ല എന്നുള്ളതാണോ? 100% നടക്കില്ല. അത്രയ്ക്ക് ഭീകരമായ രീതിയിൽ, അത്രയ്ക്ക് എന്താ പറയുക, മോശപ്പെട്ട രീതിയിൽ മതവൽക്കരിക്കപ്പെടുകയും ജാതിവൽക്കരിക്കപ്പെടുകയൊക്കെ ചെയ്തിട്ടുണ്ട് ഉത്തരേന്ത്യൻ സമൂഹങ്ങളാണ്. അതിന് BJP നന്നായിട്ട് അതിന് എല്ലാ തരത്തിലൊക്കെ മാറ്റുകൂട്ടുന്ന രീതിയിലൊക്കെ പ്രവർത്തിച്ചിട്ടുണ്ടെന്നുള്ള കാര്യത്തിൽ സംശയമില്ല. കഴിഞ്ഞ 10 വർഷം കൊണ്ട് നമ്മുടെ ഇന്ത്യയിൽ നടക്കുന്ന കലാപങ്ങൾ, നമ്മുടെ ഇന്ത്യയിൽ നടക്കുന്ന ദളിതർക്ക് നേരെയുള്ള ആക്രമണങ്ങൾ, നമ്മുടെ ഇന്ത്യയിൽ നടക്കുന്ന ജാതി കൊലപാതകങ്ങൾ, നമ്മുടെ ഇന്ത്യയിൽ നടക്കുന്ന മത പ്രശ്നങ്ങൾ, മുസ്ലിം പള്ളികൾ അടിച്ച് തകർക്കപ്പെടുന്നത്, ഇത്തരം പ്രശ്നങ്ങളൊക്കെ കൂടുകയല്ലാതെ, വളരെയധികം എണ്ണം കൂടുകയല്ലാതെ ഒരു തരിമ്പ് പോലും കുറഞ്ഞിട്ടില്ല. എന്തിനേറെ ക്രിസ്ത്യൻസിന് നേരെയുള്ള ആക്രമണം പോലും വളരെ ഈസി ആയിട്ട് നടന്നുകൊണ്ടിരിക്കുന്നു എന്നതാണ്. അത് ഭീകരമായ രീതിയിൽ നടന്നുകൊണ്ടിരിക്കുന്നു. ദളിതർക്കൊന്നും വഴി നടക്കാനും മറ്റും പറ്റാത്ത രീതിയിലൊക്കെ അവർ ആക്രമിക്കപ്പെടുന്നുണ്ട്. അപ്പോഴാണ് നിങ്ങൾ മനസ്സിലാക്കേണ്ടത് എന്തുകൊണ്ടാണ് മൊണാലിസ കേരളത്തിലേക്ക് വന്നത്. തീർച്ചയായിട്ടും മൊണാലിസയ്ക്കും ഒപ്പം തന്നെ ഫർമാൻ ഖാൻ അറിയാം, അവിടെയാണ് തങ്ങൾ വിവാഹം കഴിക്കാൻ ശ്രമിക്കുന്നെങ്കിൽ രണ്ടുപേരും വളരെ പെട്ടെന്ന് കൊല ചെയ്യപ്പെടും. അപ്പോൾ പിന്നെ ഏറ്റവും നല്ലത് ഈ കേരളത്തിലേക്ക് സമാധാനപരമായി ജീവിക്കാൻ കഴിയുന്ന ഈ കേരളത്തിലേക്ക് വന്നിട്ട് വിവാഹം കഴിക്കുന്നതാണ് എന്ന് അവർ തീരുമാനിച്ചു എന്നുള്ളതാണ്. ഇനി ഒരു വീഡിയോ കൂടി ഞാൻ കാണിച്ചു തരാം. വളരെ വിഷമമുള്ള ഒരു വീഡിയോ ആണ്. സംഗതി ഉത്തർപ്രദേശിൽ ദളിതനായിട്ടുള്ള ഒരു വൃദ്ധനെ പരസ്യമായിട്ട് അപമാനിക്കുന്ന ദൃശ്യമാണ് നിങ്ങൾ കാണുന്നത്. നോക്കൂ, കണ്ടില്ലേ? ഒരു പാവം വൃദ്ധനെ കുനിച്ചു നിർത്തിയിട്ട് എന്തൊക്കെയോ ചെയ്യിക്കാൻ പറയുന്നു. അത് ഭീകരമായി ആക്രമിക്കുകയാണ്. വടിയൊക്കെ പിടിച്ചിട്ടാണ് നിൽക്കുന്നത്. ഇത് എന്തിൻ്റെ പേരിലായാലും ആ നിൽക്കുന്നത് ആ ഇന്ത്യയിലെ ഒരു ദളിത സമൂഹത്തിൽപ്പെട്ട ഒരാളാണ്. ഇപ്പോൾ ഉത്തരേന്ത്യയിലൊക്കെ ഈ ദളിതരുടെയും ഉയർന്ന ജാതിക്കരും തമ്മിലുള്ള പ്രശ്നങ്ങളൊക്കെ വളരെ അധികമാണ്. അപ്പോഴാണ് ഈ BJPക്കാർ നമ്മുടെ കേരളത്തിലേക്ക് വന്നിട്ട് ഞങ്ങൾക്കൊരു അവസരം തരൂ, കേരളം ഉത്തർപ്രദേശ് പോലെ ആക്കി തരാന്നൊക്കെ പറയുന്നത്. ഏത് ഉത്തർപ്രദേശ്? ഈ പറയുന്ന ദളിതരായിട്ടുള്ള ആളുകളെ കുനിച്ചു നിർത്തി ആക്രമിക്കുന്ന ഉത്തർപ്രദേശോ? ദളിതരായിട്ടുള്ള കപ്പിൾസിനെ ഒരു തൂണിൽ കെട്ടിയിട്ട് അസഭ്യം പറയുകയും മേത്ത് കരിവോയിൽ ഒഴിക്കുകയും അടിക്കുകയും ഭീകരമായിട്ട് ബീറ്റ് ചെയ്യുകയും കഴുത്തിൽ ചെരുപ്പുമാല അണിയിക്കുകയും ചെയ്യുന്ന ഒരു UP ആണോ? അങ്ങനത്തെ ഒരു UP ആണോ നമ്മുടെ കേരളത്തിലേക്ക് വരുന്നത്? ഇവരെന്താണ് പറയുന്നതെന്ന് മനസ്സിലാവുന്നില്ല. ഇതാണ് ഇവരുടെ യഥാർത്ഥ മുഖമെന്ന് മാത്രം മനസ്സിലാക്കി നോക്കൂ. ഇതൊക്കെ കഴിഞ്ഞ ദിവസങ്ങളിലാണ് ഇത്തരം കാര്യങ്ങളൊക്കെ സംഭവിക്കുന്നത്. അപ്പോൾ പിന്നെ സ്വാഭാവികമായിട്ടും ആ മൊണാലിസ എന്ന് പറയുന്ന ഒരു പെൺകുട്ടി ഇവിടേക്ക് വന്നതിൽ നമുക്കവരെ കുറ്റം പറയാൻ കഴിയില്ല എന്നുള്ളതാണ്. സുഹൃത്തുക്കളെ, ബൈ.